കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾക്കാണ് UAE വിലക്ക് പ്രഖ്യാപിച്ചത്. ഇത് പ്രവാസികളെ ഏറെ ദുരിതത്തിലാഴ്ത്തുകയാണ്. വിലക്ക് പ്രഖ്യാപിച്ച് 3 മാസം പിന്നിട്ടിട്ടും UAE വിലക്ക് നീക്കുന്നുമില്ല. കൂടാതെ ഈ മാസം അവസാനിക്കുമെന്ന് പറഞ്ഞ വിലക്ക് ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഇത് പ്രവാസികൾക്ക് കടുത്ത ആശങ്കയാണ് നൽകുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും കാത്തിരിക്കാനാകില്ല എന്ന് പറയുകയാണ് പ്രവാസികൾ. ഇന്ത്യയിൽ നിന്ന് UAEയിലേക്കുള്ള യാത്രാവിലക്ക് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 2 വരെയാണ് പുതുതായി നീട്ടിയിട്ടുള്ളത്. UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇത്തിഹാദ് എയർവേസ് അറിയിക്കുകയും ചെയ്തു. യാത്രാവിലക്ക് ഇനിയും നീട്ടിയേക്കുമെന്നും അധികൃതർ ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിരിക്കുകയാണ്. ജൂലൈ 31 വരെയായിരുന്നു സർവീസ് നിർത്തിവെക്കുമെന്നായിരുന്നു ഇത്തിഹാദ് എയർവേസ് അവസാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ഓഗസ്റ്റ് 2 വരെ നീട്ടിയത് പ്രവാസികളെ ഏറെ ആശങ്കയിലായിരുന്നു. പിന്നാലെ വീണ്ടും വിലക്ക് നീട്ടുമെന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. UAEയിലേക്കുള്ള യാത്രാവിലക്ക് എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UAE ഭരണകൂടമാണെന്നും ദുബായ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള എമിറേറ്റ്സ് എയർലൈൻസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ജൂലൈ 28 വരെയാണ് എമിറേറ്റ്സ് നീട്ടിയിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ പ്രവാസികളുടെ UAE യാത്ര ഇനിയും നീളാൻ തന്നെയാകും സാധ്യത. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെ യാത്രാവിലക്ക് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. അതത് രാജ്യങ്ങളിലെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി UAE സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ യാത്രാവിലക്ക് നീക്കുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ എന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മാത്രമല്ല, 2 ആഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിലൂടെ യാത്ര ചെയ്തവർക്കും UAE യാത്രാവിലക്ക് ബാധകമാണ്. അതേസമയം ഈ രാജ്യങ്ങളിൽ നിന്ന് UAE പൗരന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, ഗോൾഡൻ വിസയോ നിക്ഷേപക വിസയോ ഉള്ളവർ, ദുബായ് എക്സ്പോയിൽ പങ്കെടുക്കുന്നവർ എന്നിവർക്ക് UAE യാത്രയ്ക്ക് തടസ്സമില്ല. കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ ഏപ്രിൽ 24-നാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് UAE വിലക്ക് ഏർപ്പെടുത്തിയത്. ഇനിയും നീട്ടാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആയതിനാൽ തന്നെ ഖത്തർ, അർമേനിയ തുടങ്ങിയ രാഷ്ട്രങ്ങൾ വഴി UAEയിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പവഴികൾ തേടുകയാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.